വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കട എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്, എന്നാ ചെയ്യണം. രാവിലെ ആകുമ്പോ കുറെ അവളുമാര് ഇതേപോലെ ഒരു ക്ലാപ്പും തെളിച്ചോണ്ടിങ്ങ് ഇറങ്ങും. സമൂഹത്തില് കുറച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ കാണിച്ച് കുറച്ച് വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കാൻ വേണ്ടിയിട്ടും ആരുടെ നെഞ്ചത്താണ് കേരളം എന്ന് ആലോചിച്ച് നടക്കുന്ന കുറെ സ്ത്രീകളുണ്ട് നമ്മുടെ കേരളത്തില്. അങ്ങനെ ഒരുത്തി ഒരു ബസ്സിൽ കയറിയിട്ട് അവരുടെ എല്ലാം കൂടെ കാണിച്ചു വന്നിട്ട് ഒരുത്തന്റെ ജീവിതം കാലപുരിക്ക് പറഞ്ഞു വിട്ട കേസ് നമ്മൾ കണ്ടതാണ്. ആ കാറ്റഗറിയിൽ പെടുന്ന ഒരുത്തിയാണ് ഇവളെ തൊപ്പിയുടെ വീഡിയോസും തൊപ്പിയുടെ പഴയകാല ലൈഫ് സ്റ്റോറിയൊക്കെ കാണുന്നവർക്ക് ഇവളെ നല്ലപോലെ മനസ്സിലായിരിക്കും. കുറെ നാള് തൊപ്പിയുടെ റിലേഷൻഷിപ്പാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് തൊപ്പിനെയും തേച്ചിട്ട് വേറെ ഒരുത്തന്റെ കൂടെ പോവുകയും അങ്ങനെയുള്ള ഒരു നല്ല 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 ബന്ധങ്ങൾ തേടി പോകുന്ന ഒരു പെങ്കൊച്ചാണ് ഈ പെങ്കൊച്ച്. ഞാൻ ഈ പെങ്കൊച്ചിന്റെ മഹാത്മ്യത്തെ കുറിച്ചും പറയാനല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു ഫോണും തൂക്കിപ്പിടിച്ചിരിക്കുന്ന സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പം ഈ കാണിച്ച ഈ ഓട്ടോക്കാരൻ ചേട്ടന്റെ അവസ്ഥയാണ് പല പുരുഷന്മാരുടെ അവസ്ഥ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ചേട്ടന്മാർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്നില്ല, നിങ്ങൾ അത്രയും വിവരം ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം നിങ്ങൾ ഈ സമൂഹത്തിനെ അങ്ങ് ഉദ്ധരിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും പോരാടി സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ ചിലപ്പോൾ നിങ്ങളെ അവർക്ക് അറിയത്തില്ലായിരിക്കും. അവർ ഫോണൊന്നും നിരന്തരം ഉപയോഗിക്കാത്ത ആൾക്കാരായിരിക്കും, സാധാരണക്കാരാണ്. അവർക്ക് ഫോണിനെ കുറിച്ചോ നിങ്ങൾ പറയുന്ന വാക്കുകളോ ഒന്നും ചിലർക്ക് അത് മനസ്സിലാകണമെന്നില്ല. കാരണം അവരെല്ലാം പഴയ ആൾക്കാരാണ്. അവർ ഈ ഹൈ സ്റ്റാറ്റസും ഹൈ ലെവലൊന്നും നോക്കി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൂലിപ്പണി എടുത്ത് കുടുംബം നോക്കുന്ന പാവപ്പെട്ട ചേട്ടന്മാരുടെ മണ്ടയിലോട്ട് നിങ്ങൾ കയറരുത്. അതിന്റെ കാരണം വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ അങ്ങ് നടക്കുവാണ്. രാവിലെ ഒരു ഫോണും തെളിച്ചോണ്ട് എങ്ങനെ നടക്കും. പക്ഷെ അത് കണക്കല്ല ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന ചേട്ടന്മാര്. അവർക്കൊരു കുടുംബമുണ്ട്, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നുള്ള ബോധം വേണം. ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് അവള് ചോദിക്കുന്നത് സുഡിയോ എന്ന് പറയുന്നത്, അവൾ ഉദ്ദേശിച്ചത് സുഡിയോ എന്ന് പറയുന്നത് വസ്ത്രങ്ങളുടെ ഒരു കടയാണ് സുഡിയോ. അവിടെ പോകാനാണ് ഇവള് ചോദിച്ചത്. പക്ഷെ ആ ചേട്ടൻ വിചാരിച്ചത് സ്റ്റുഡിയോണാണ്. പഴയ ആളല്ലേ, എന്തായാലും അവൾ അച്ഛന്റെ പ്രായം കാണുമല്ലോ. ഇങ്ങനെയൊക്കെയാണോ അത് റിയാക്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എന്റെ പൊന്നാര മന്ദാരമേ? കുറച്ചൊക്കെ വകതിരിവ് വേണ്ടേ? ഫോണും തൊളിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോട് എനിക്കൊരു കാര്യമേ പറയുള്ളൂ. ഒരുത്തിന്റെ ഫ്യൂച്ചർ വെച്ച് കളിക്കരുത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വ്യക്തിഗതി നിങ്ങൾ ചെയ്യരുത്. എവിടെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചതിന്റെ അന്നേരം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കുറെ മലരുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആറ്റവും മൂലയില്ലാതെ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചിടുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം. നിങ്ങളത് മറച്ചു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് സോഷ്യൽ മീഡിയ എന്താണെന്നോ അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ഇത് നാട് മൊത്തം അറിയുമ്പോഴത്തേക്കും ആ പുള്ളി അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ആ കുടുംബം അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. സ്വന്തം അച്ഛന്റെ വീഡിയോ ഇങ്ങനെ മറ്റുള്ളവർ ഷെയർ ചെയ്ത് വരുന്ന ഒരു മോൻ അത് കാണുമ്പോൾ ആ മോൻ ഉണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ ആ മോൾക്കുണ്ടാകുന്ന വിഷമം, അതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കാൻ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറിയിട്ട് പൊങ്കാലയിടുന്ന പരിപാടിക്ക് നിൽക്കരുത്. വളരെ ചീപ്പാണ്, വളരെ ചീപ്പാണ്. സ്ത്രീകളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന നാടാണ് നമ്മുടെ നാട്. കാരണം സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണനകളുള്ള നാടാണ്. ഈ പരിഗണനകളെല്ലാം വെച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് നിങ്ങൾ കയറാൻ നിൽക്കരുത്. എന്റെ പൊന്നു പെങ്ങന്മാരെ, നിങ്ങൾക്ക് റീച്ച് വേണമെങ്കിൽ ഇപ്പം 199 രൂപയോ 399 രൂപയൊക്കെ കൊടുത്ത് നിങ്ങൾ സബ്സ്ക്രിപ്ഷനും മാങ്ങാത്തൊലിയൊക്കില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ കാശുണ്ടാക്ക്. പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് എന്തിനാ കാശുണ്ടാക്കുന്നത്? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവന്റെ മണ്ടേ നിങ്ങൾ കയറാതിരിക്കും. ഒരുത്തിനെ കൊലക്ക് കൊടുത്തില്ലേ? നിങ്ങളെ ഇവിടെ തട്ടിയത് പറഞ്ഞത് ഞാൻ ആ സ്ഥലം കാണിക്കുന്നില്ല, പൊസിഷൻ കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. എവിടെയൊക്കെ തൊട്ട് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നി, അതുകൊണ്ട് ഒരു ലൈവ് അങ്ങ് ഇട്ടേക്കാന്ന് വെച്ച് ലൈവ് ഇട്ടിട്ട് രായ്ക്ക് രാമാൻ ആ ചെറുപ്പക്കാരൻ നിങ്ങൾ കാലപുരിക്ക് പറഞ്ഞു വിട്ടില്ലേ? എന്നിട്ട് അണങ്ങിയില്ലേ? എന്നിട്ട് നിങ്ങൾ ഈ ക്ലാബും പൊക്കി പിടിച്ചുള്ള പരിപാടി നിങ്ങൾ നിർത്തിയില്ലേ? ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പം അവർക്ക് എന്ത് കിട്ടി?
അത് തെറ്റിദ്ധാരണ എന്ന് വെച്ചിട്ട് അവളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ അത് ഡിലീറ്റ് ചെയ്തു? അവൾ ഐ ഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇത് എന്താ വെച്ചാൽ ഒരുതരം വൈറസ് കണക്കാണ്. ഇവരുടെയൊക്കെ ചിന്ത എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഇത് കാണിച്ചു, അടുത്ത സ്ത്രീ അത് ചെയ്യുന്നു. ഇതൊരു പ്രചോദനമാണ്. കാരണം അതെന്ന് വെച്ചാൽ ഇവിടെ സ്ത്രീകൾ എന്ത് ചെയ്താലും ഇവിടെ നിയമം കണ്ണടക്കുകയാണ്. അതാണ് ഇതിന്റെ എല്ലാം മെയിൻ റീസൺ. ഇവിടുത്തെ ഒരു വ്യക്തിയെ ഹത്യ ചെയ്ത് ഇപ്പൊ ഒരു പുരുഷനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അളവ് ഇവിടെ സോഷ്യൽ മീഡിയ കത്തും. മനസ്സിലാവുന്നുണ്ടോ? സോഷ്യൽ മീഡിയ കത്തും. അവന്റെ മുഖം ഈ കാണുന്ന എല്ലാ ചാനലുകളിലും വരും. സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയ ചെറുപ്പക്കാരെന്നും പറഞ്ഞിട്ട്. സ്ത്രീകൾ ചെയ്താൽ അത് വരത്തില്ല. അത്രയൊരു പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു പോക്കുവരത്തരം കാണിക്കുന്നത്? അത് എന്തിനാണ് നിങ്ങൾ അതിന് മുതിരുന്നത്? ഓരോരുത്തരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കിയിട്ട് എന്റെ പൊന്നു പെങ്ങന്മാരെ അരി മേടിച്ച് തിന്നുമ്പോൾ ഉളുപ്പ് ഒരു കാര്യം നിങ്ങൾക്ക് വരണം. ഒരുത്തന്റെ അന്നം മുടക്കിയിട്ട് അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഇതിനേക്കാൾ നല്ല നീക്ക പോയി പിച്ച എടുത്ത് ജീവിക്കുക. അതിനൊരു അന്തസ്സുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു അന്തസ്സുണ്ട്. ഒരുത്തന്റെ ജീവിതം വെച്ചും കളിക്കരുത്. എല്ലാവരുടെ ജീവനും വിലയുണ്ട്, എല്ലാവരുടെ ജീവിതത്തിനും വിലയുണ്ട്. ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്ത് എത്രയോ ആൾക്കാർ ജീവിക്കുന്നെന്ന് അറിയാമോ? അവരുടെ ഒന്നും കഞ്ഞുകൂടി മുട്ടിച്ചിട്ടോ അവരെയൊക്കെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തിയിട്ടോ അല്ല നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇനി ഇതാവർത്തിക്കും അറിയാം, കേരളമാണ്, ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്ന് ഈ നാട് നന്നാകും അറിയില്ല. പക്ഷെ ഈ വീഡിയോ കണ്ട് ഒരാളെങ്കിലും നന്നായാൽ അത്രയും നല്ല.